Hi, good morning to all. Welcome back to the new session of Python programming. Today I discuss the topic random numbers, parameters or arguments, that is default parameters, return statement, recursion, etc. First we discuss the random number functions. Randomly generated numbers is very useful for performing some special activities in programming. The random numbers that occur in a sequence such that two conditions are met. The first condition is the values are uniformly distributed over a defined interval or set. The second condition is it is impossible to predict future values based on past or present ones. Okay, it is very important in statistical analysis and probability theory. It is the list of some random functions. നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റാൻഡം ഫങ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ചോയ്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ റാൻഡം ഐറ്റംസ്. ഇറ്റ് ഈസ് എ ലിസ്റ്റ്, ടപ്പിൾ ഓർ ഈവൺ എ ക്യാരക്ടർ സീക്വൻസ്, ദാറ്റ് ഈസ് സ്ട്രിംഗ്. ചോയ്സ് വിൽ റിട്ടേൺ വൺ ഓഫ് എലമെന്റ് ദ സീക്വൻസ് റാൻഡംലി. ദ സെക്കൻഡ് വൺ ഈസ് റാൻഡ് റേഞ്ച്. Start, stop and step. Range is a built-in function in Python which generates the number from the given number to the given number. ഓൾറെഡി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ഓഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സോ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യായിരുന്നു. അതായത് സ്റ്റാർട്ട് പോയിന്റും സ്റ്റോപ്പും ഉണ്ടാവും, അതുപോലെ സ്റ്റെപ്പ് എത്ര വെച്ചിട്ടാണ്, 2 വെച്ചിട്ടാണോ 3 വെച്ചിട്ടാണോ എത്ര വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് എന്നും കൂടി നമ്മളവിടെ കൊടുക്കാറുണ്ടായിരുന്നു. ദെൻ തേർഡ് വൺ റാൻഡം, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ r ലെസ് ദാൻ 1. r is the random value which is in between 0 and 1. The fourth one is seed. It is a basic random numbers. It returns none. Then shuffle. If you have a list or if you have a sequence, the elements in the list are shuffled random numbers. The last one is uniform, a random float, that is x less than or equal to r and r less than y. Look at this example. We use random functions must you import the random module, that is import random. The first function is the choice function, the random number from range of 100. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിനെ റാൻഡം ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ 47 സെലക്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോർഷൻ. ദെൻ ലിസ്റ്റ്, നമുക്ക് ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, സ്ട്രിങ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് 1 2 3 5 9, ഈ ലിസ്റ്റിലുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു 3 സെലക്ട് ചെയ്ത്. ദെൻ റാൻഡം ചോയ്സ് ഓഫ് ലിസ്റ്റ്. ദെൻ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് ഹലോ വേൾഡ് എന്ന്, റാൻഡം ക്യാരക്ടർ ഫ്രം സ്ട്രിങ്, റാൻഡം ചോയ്സ് ഓഫ് സ്ട്രിങ് STRൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള O എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ സെലക്ട് ചെയ്യണം. ദെൻ റാൻഡ് റേഞ്ച് ഫംഗ്ഷൻ. റാൻഡ് റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാവും. റാൻഡം പ്രിൻറ്റ് 1 ആണ് സ്റ്റാർട്ട്, ദെൻ 100 സ്റ്റോപ്പ്, ദെൻ സ്റ്റെപ്പ് 2. അപ്പോൾ റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് ഓഫ് 1, 100, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ നമ്മൾ 41 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ദെൻ സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. റാൻഡ് റേഞ്ച് ഓഫ് 100, ദെൻ 96, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള നമ്പർ റാൻഡം ആയിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു നെക്സ്റ്റ് വരുന്ന വാല്യൂ നമുക്ക് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് റാൻഡം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, റാൻഡം ഡോട്ട് റാൻഡം. ഓക്കെ, അതായത് റാൻഡം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 0 ലെസ് ദാൻ r ലെസ് ദാൻ 1, 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള മിഡിലുള്ള ഒരു വാല്യൂ ആയിട്ടാണ് നമുക്ക് റാൻഡം ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെയാണ് സീഡ് ഫംഗ്ഷൻ. സീഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് റാൻഡം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ റാൻഡം ഫംഗ്ഷൻസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡോഗ് സ്ട്രിങ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ ഹെഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അടുത്ത് വരുന്ന ലൈനാണ് ഡോഗ് സ്ട്രിങ്, അതായത് ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണോ ആ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കമൻറ്റ് കൊടുക്കുന്നത് പോലെ, അതായത് ഒരു എന്താ പറയുക കമൻറ്റ് ഒന്നും കൂടി ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോഗ് സ്ട്രിങ്ങിനെ പറയാം.
ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെഫ് ഫംഗ്ഷൻ നെയിം ദെൻ പാരാമീറ്റേഴ്സ്. അത് കഴിഞ്ഞ് നമ്മളെ കോളൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഇൻറ്റൻഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഡോഗ് സ്ട്രിങ്. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡെഫ് ഗ്രീറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ. ദെൻ കോളൻ നമ്മൾ ഡോഗ് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഫംഗ്ഷൻ ഗ്രീറ്റ്സ് ടു ദ പേഴ്സൺ പാസ്ഡ് ഇൻ ആസ് എ പാരാമീറ്റർ. നമ്മൾ ഈ നെയിമിൽ കൊടുക്കുന്ന വാല്യൂസിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന പേഴ്സണ് നമ്മളൊരു ഗ്രീറ്റിംഗ് നമ്മൾ പാസ് ചെയ്യുകയാണ്. ദെൻ എന്താണ് നമ്മളെ പ്രോഗ്രാം? പ്രിന്റ് ഹലോ. ഇതൊരു കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഹലോ പ്ലസ് നെയിം. നമ്മൾ എന്ത് നെയിമാണോ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് ആ നെയിം പ്ലസ് ഗുഡ് മോർണിംഗ്. എന്താണ് അപ്പോൾ ഇവിടെ നെയിം വരും. എങ്ങനെയാണ്? ഗ്രീറ്റ് ഓഫ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹലോ പോൾ കണ്ട, ഹലോ പോൾ ഗുഡ് മോർണിംഗ്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഫംഗ്ഷൻ ഹെഡർ കഴിഞ്ഞ ഉടനെ നമ്മൾ കൊടുക്കുന്ന ലൈനാണ് ഡോഗ് സ്ട്രിങ്, ദാറ്റ് ഈസ് ഡോക്യുമെന്റേഷൻ സ്ട്രിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു comments. Okay, then next composition of functions. The function composition is a way of combining functions such that the result of each function is passed as the argument of the next function. നമ്മൾ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയാം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് പോകുന്നു. ദെൻ സെക്കൻഡ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് തേർഡ് ഫംഗ്ഷൻ. അങ്ങനെ അതൊരു ചെയിൻ പോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. X is the argument of G. The result of G is passed as the argument of F, and the result of the composition is the result of F. രണ്ട് ഫങ്ഷൻസും നമ്മൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ ദ പാരാമീറ്റർ എന്ന് പറഞ്ഞാലും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാലും സെയിം കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ പാസ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പാരാമീറ്റർ എന്നും അതുപോലെ ആർഗ്യുമെന്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇൻ അതർ words, arguments or parameters provides a mechanism for passing information from the calling segment of the program to the called function. calling functionil നിന്നും called functionിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനെ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ്, അത് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പാസ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷനും യൂസ് ചെയ്യുന്നു. അതിൽ നമ്മൾ പരസ്പരം വാല്യൂസ് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. എ പാരാമീറ്റർ ഇസ് ദ വേരിയബിൾ ലിസ്റ്റഡ് ഇൻസൈഡ് ദ പാരന്തിസിസ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പാരന്തിസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസ് ആണ് പാരാമീറ്റേഴ്സ്. ഇനി രണ്ട് തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫോർമൽ പാരാമീറ്ററും ഉണ്ട്, ആക്ച്വൽ പാരാമീറ്ററും. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന പാരാമീറ്റേഴ്സിനെ, അതായത് ഈ arg1 arg2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എ കോമ ബി, ഈ രണ്ട് പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാലും ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് ഈ രണ്ട് ടേമിൽ നമ്മൾ പറയുന്നത്. ദെൻ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താണെന്നും ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താണെന്നും നോട്ട് ചെയ്യുക. ഇനി പാരാമീറ്റർ ആയിട്ട് നമുക്ക് വേരിയബിൾസോ ലിറ്ററൽസോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കൊരു ഫംഗ്ഷനിൽ എത്ര പാരാമീറ്റർ ആവശ്യമുണ്ടോ, അതായത് ബൈ ഡിഫോൾട്ട് എ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് വിത്ത് ദ കറക്റ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. നമുക്കൊരു ഫംഗ്ഷനിൽ ആവശ്യമുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിന് മാത്രം നമ്മൾ കോൾ ചെയ്താൽ മതി. ഒരു ഫംഗ്ഷനിൽ 2 ആർഗ്യുമെന്റ്സേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിനെ പാസ് ചെയ്താൽ മതി. 3 എണ്ണാണെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിനെ, 1 ആണെങ്കിൽ 1, അല്ലാതെ കൂടുതലും കുറവും നമ്മൾ പാസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യാം. അതായത് റിക്വയർഡ് ഓർ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്, ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്, കീവേഡ് ആർഗ്യുമെന്റ്സ്, ആർബിട്രറി ആർഗ്യുമെന്റ്സ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റിക്വയർഡ് ഓർ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്, അതായത് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ, കറക്റ്റ് പൊസിഷൻ ഓർഡറിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെയാണ് ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ റിക്വയർഡ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, റിക്വയർഡ് ആർഗ്യുമെന്റ്സ് ആർ ദി ആർഗ്യുമെന്റ്സ് പാസ്ഡ് ടു എ ഫംഗ്ഷൻ ഇൻ കറക്റ്റ് പൊസിഷണൽ ഓർഡർ.
here the number of arguments in the function call should match exactly with the function definition. Then required arguments are also known as positional arguments, as the values of the actual arguments are mapped or assigned to the formal parameters by their positional association. For example, def add of a, b, c. നമ്മളിവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് സി, ദെൻ റിട്ടേൺ എസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പ്രിന്റ് ആഡ് ഓഫ് 10, 20, 30 3 വാല്യൂസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു 30. ദെൻ എന്താണ് ഫംഗ്ഷൻ? എ ഇൻറ്റു ബി, അതായത് 10 ഇൻറ്റു 20, 10 ഇൻറ്റു 20 200 പ്ലസ് സി 30, 200 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 230. അതാണ് നമ്മളെ ഫസ്റ്റ് റിസൾട്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പ്രിന്റ് ആഡ് ഓഫ് 10, 20. 2 ആർഗ്യുമെന്റ്സേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മളെ ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെന്റ്സ് വേണം? നമുക്ക് 3 ആർഗ്യുമെന്റ്സ് വേണം. അപ്പം ഇങ്ങനത്തെ കേസിൽ പൊസിഷൻ നോക്കിയിട്ട്, അതായത് എൽക്ക് 10 എടുത്ത് ബിയിൽക്ക് 20 എടുത്ത് സിയിൽക്ക് എടുക്കാൻ നമുക്ക് വാല്യൂ ഇല്ലല്ലോ, ആർഗ്യുമെന്റ് ഇല്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് എററാണ് വരിക. ഇങ്ങനെ കൊടുക്കണേന് നമ്മൾ എന്തെന്ന് പറയില്ല? റിക്വയർഡ് ഓർ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയില്ല. ഫസ്റ്റ് കൊടുത്തതാണ് റിക്വയർഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓർഡർ തെറ്റിച്ച് കൊടുത്താൽ 10, 20, 30 എന്നുള്ള ഓർഡർ തെറ്റിച്ച് കൊടുത്താൽ നമുക്ക് റിസൾട്ട് വേറെയാണ് കിട്ടുക. കാരണം അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ടാണ് അതിൽ വാല്യൂ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 10, 20, 30 എന്നുള്ളതിന് പകരം 20, 30, 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 230 അല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. എന്താ കിട്ടുക? 20 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 600 പ്ലസ് 10, 610 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ദെൻ എന്താണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്? ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഫംഗ്ഷനിൽ തന്നെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈക്വൽ ഓപ്പറേറ്റർ ഇട്ടിട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഡീഫോൾട്ട് ആയിട്ട് ആ വാല്യൂ ആണെന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് നമ്മൾ പറയാറ്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആർ വാല്യൂസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വൈൽ ഡിഫൈനിങ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആർഗ്യുമെന്റ്സിനെ ഡീഫോൾട്ട് ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യും. ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ഈസ് യൂസ്ഡ് ടു അസൈൻ എ ഡിഫോൾട്ട് വാല്യൂ ടു ദി ആർഗ്യുമെന്റ്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ബിക്കം ഓപ്ഷണൽ ഡ്യൂറിംഗ് ദ ഫംഗ്ഷൻ കോൾസ്. ഇതാണ് എക്സാമ്പിൾ. ഡെഫ് ആഡ് ഓഫ് എ, ബി ഈക്വൽ ടു 5, സി ഈക്വൽ ടു 10. ഇത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ ആണ്. എക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല, ബിക്കും സിക്കും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുത്തിരിക്കുന്നു. ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. ദ ഫംഗ്ഷൻ ഈ 2 തരത്തിൽ നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ മാൻഡേറ്ററി ഇതായിട്ട് മാത്രം കൊടുത്തിട്ട് ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട്, ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 3 എന്ന് എടുക്കും, ബിക്കും സിക്കും നമ്മൾ തന്നിട്ടുള്ള വാല്യൂ. അപ്പോൾ എന്തായി? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 5 8 പ്ലസ് 10 80 എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് കൊടുത്ത വാല്യൂ അല്ലാതെ 3 വാല്യൂസും കൊടുക്കാൻ പറ്റും. 2, 3, 4 എന്ന് കൊടുത്താൽ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ നമുക്ക് വാല്യൂസ് പാസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എന്താണ് കീവേഡ് ആർഗ്യുമെന്റ്സ്? കീവേഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ, കുറച്ച് വാല്യൂസ് ഇട്ട് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് these values get assigned to the corresponding formal parameters according to their position. Okay, position നോക്കിയിട്ട് keyword arguments are related to the function calls. When you use keyword arguments in the function call, the caller identifies the arguments by the parameter name ആൻഡ് നോട്ട് ബൈ ദയർ പൊസിഷൻ. നമ്മളൊരു ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടല്ല. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പൊസിഷണൽ ഓർ റിക്വയർഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ടാണ് വാല്യൂ അസൈൻ ചെയ്യുക. ഇവിടെ എന്ത് നോക്കിയിട്ടല്ല? പൊസിഷൻ നോക്കിയിട്ടല്ല, പാരാമീറ്ററിൻ്റെ നെയിം നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡെഫ് ആഡ് ഓഫ് എ, ബി, സി റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. നമ്മൾ പറഞ്ഞിവിടെ നെയിം നോക്കിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആഡ് ഓഫ് ബി, 10, ബി ഈക്വൽ ടു 10, സി ഈക്വൽ ടു 15, എ ഈക്വൽ ടു 20. അങ്ങനെ 3 വരുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? എ ബി സി. ഫസ്റ്റ് എ എന്ന് പറഞ്ഞത് എവിടെയാണ്? നമ്മൾ ഫസ്റ്റ് ഇവിടെ ബിയും പിന്നെ സിയും ആണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെയാണ് നമ്മൾ എ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എവിടെ വന്നോട്ടെ നമുക്ക് ഇതിൻ്റെ നെയിം കറക്റ്റ് ചെയ്യണത്. എ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് എയുടെ വാല്യൂ 20. ദെൻ ബി എവിടെ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ബി ഈക്വൽ ടു 10, അപ്പോൾ ഈ വാല്യൂ എടുത്ത്. ദെൻ സി ഈക്വൽ ടു 15.
ഔട്ട്പുട്ട് നമുക്ക് 45. ഇനി ഈ ഒരു ഫംഗ്ഷൻ തന്നെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ 10, 50, 20 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുത്തത് അല്ലേ, ബി സി എ എന്ന് പറഞ്ഞിട്ട്. അടുത്തതിൽ നമ്മൾ സി ബി എ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് വിചാരിച്ചോ, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് എന്തെന്നെ കിട്ടുക 45 കിട്ടുക. ഇനി അടുത്തൊരു കേസിൽ നമ്മൾ ഫസ്റ്റ് ബി കൊടുത്ത് ദെൻ എ കൊടുത്ത് ദെൻ സി കൊടുത്ത് ബി എ സി എന്നുള്ള ഓർഡറിൽ കൊടുത്ത് അങ്ങനെ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് 45 ആണ് കൊടുക്കുക. കാരണം എന്താണ്, ഇത് പൊസിഷൻ നോക്കിയിട്ടല്ല നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എ എവിടെയാണ്, ബി എവിടെയാണ്, സി എവിടെയാണ്, അങ്ങനെയാണ് നമ്മളിവിടെ ഇതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, എ കോമ ബി ഈക്വൽ ടു 5 സി ഈക്വൽ ടു 10, റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് എ അല്ലല്ലോ കൊടുത്തിട്ടുള്ളത്, നമ്മൾ ബി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ബി ആണ് കിട്ടേണ്ടത്, അപ്പോൾ ബി എടുക്കും. സി എ പ്ലസ് ബി പ്ലസ് സി, എ എവിടെയാണ് 20, ദെൻ ബി ഈക്വൽ ടു 10, ദെൻ സി ഈക്വൽ ടു 15, ഔട്ട്പുട്ട് ഈക്വൽ ടു 45. ഇനി നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് പോലെ എ ഈക്വൽ ടു 10 കൊടുത്ത് വിചാരിച്ചു. 10 കൊടുത്താൽ നമ്മൾ ബിയും സിയും നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നിട്ടുള്ള ബിയും സിയും വാല്യൂ എടുക്കും. ആഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 എടുക്കും. 10 പ്ലസ് 5 15 പ്ലസ് 10 25. വാല്യൂ ഇവിടെ ഔട്ട്പുട്ട് ചേഞ്ച് ആയി, അതായത് ഡീഫോൾട്ടായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടേം എന്ന് വെച്ചാൽ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അതായത് നമ്മൾ വേരിയബിൾസ് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റും, ലോക്കൽ വേരിയബിളും അതുപോലെ ഗ്ലോബൽ വേരിയബിളും. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ബോഡിയുടെ ഉള്ളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ലോക്കൽ വേരിയബിൾ. അതായത് ആ വേരിയബിളിനെ നമുക്ക് അതിൻ്റെ പുറത്തേക്ക്, ആ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് അങ്ങനെ പുറത്തേക്ക് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്ലോബൽ വേരിയബിളായിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ സ്മോളർ പാർട്ടാക്കി തിരിച്ചിട്ടാണല്ലോ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ കൊടുത്തിട്ട് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യുക. അങ്ങനെ കൊടുത്താലാണ് നമുക്ക് ആ സബായിട്ട് വരുന്ന ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ട് മാത്രമേ നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഫംഗ്ഷനിലേക്കൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. Okay, variables that are created outside of a function are known as global variables. Global variables can be used by everyone both inside of function and outside. ആ ഫംഗ്ഷൻ്റെ ഉള്ളിലും അതുപോലെ പുറത്തും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡെഫ് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഗ്ലോബൽ എക്സ്, അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലും അതുപോലെ ഫംഗ്ഷൻ്റെ പുറത്തും നമുക്ക് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിലും ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ്റെ പുറത്തും പൈത്തൺ ഈസ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഗ്ലോബൽ വേരിയബിൾസ് ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിക്കേഷൻ ആണ്. റിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സി പ്രോഗ്രാമിൽ. ഒരു ഫംഗ്ഷൻ വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ആ ഫംഗ്ഷനെ നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവിടെ റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് നമ്മൾ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഡെഫ് റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ദെൻ കോളൻ, ഇവിടെ കുറച്ച് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഒരു ഉള്ളിൽ തന്നെ, ഇൻറ്റൻഷൻ ശ്രദ്ധിക്കുക, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനെ കോൾ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഈ റിവേഴ്സ് എന്ന് പറയുമ്പോഴും കോൾ എങ്ങോട്ടാണ് പോണത്, ഇവിടേക്കാണ് പോണത്. ഇവിടെ റിവേഴ്സ് അല്ല, റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ റിക്കേഴ്സ് എന്ന് പറയുമ്പോഴും കോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ റിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് റിക്കേഷന് ഡെഫ് ഫാക്ടോറിയൽ എക്സ്. ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഡോക്യുമെന്റ് സ്ട്രിങ് അല്ലെങ്കിൽ ഡോക് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എൻ ഇൻഡിജർ. ഡോക് സ്ട്രിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ കമ്പൈലർ അതൊന്നും എടുക്കില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയേ ചെയ്യുള്ളൂ. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1, എൽസ് റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എക്സ് മൈനസ് 1. വീണ്ടും നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫാക്ടോറിയലിനെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി എക്സ് 1 ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്തുകൊണ്ട് ഇരിക്കും. ദെൻ റിക്കേർഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. ഓക്കെ, റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് മേക്ക് ദ കോഡ് ലുക്ക് ക്ലീൻ ആൻഡ് എലഗൻറ്റ്. ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും റിക്കേഴ്സീവ് ഫംഗ്ഷൻസിനെ.
കോംപ്ലക്സ് ടാസ്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ് പ്രോബ്ലംസ് യൂസിങ് റിക്കർഷൻ. കുറേ ഉണ്ടാവില്ല, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സീക്വൻസ് ജനറേഷൻ ഈസ് ഈസിയർ വിത്ത് റിക്കർഷൻ ദാൻ യൂസിങ് സം നെസ്റ്റഡ് ഐട്രേഷൻ. വീണ്ടും വീണ്ടും നമ്മൾ അതിനെ തന്നെയാണ് കോൾ ചെയ്യുന്നത്. അതായത് ഇവിടെ ഫാക്ടോറിയൽ കാണുമ്പോൾ നമ്മൾ ഫാക്ടോറിയൽ എക്സ് മൈനസ് 1, ദെൻ എക്സ് വീണ്ടും പോവും, വീണ്ടും വരുമ്പോൾ -1. അങ്ങനെ നമുക്കത് ഇപ്പോൾ ഒരു 5 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ വെച്ചെങ്കിൽ ആദ്യം 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 5 - 1 4. അപ്പോൾ 4ൻ്റെ ഫാക്ടോറിയൽ വെച്ച് ഇവിടെ കോൾ ചെയ്യും. ദെൻ 5 × 4 × 4 - 1 3. അങ്ങനെ അതിങ്ങനെ കോൾ ചെയ്യും 1 ആവുന്നത് വരെ. ദെൻ എന്തൊക്കെയാണ് റിക്കേർഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്? അതായത് നമുക്ക് അതിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Recursive calls are expensive, that is inefficient, as they take up lot of memory and time. Recursive functions are hard to debug. പെട്ടെന്ന് നമുക്കത് ക്ലിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസിൽ ബാക്കി വരുന്ന ടോപ്പിക്സ്. ഇപ്പോൾ നമ്മളെ 3rd മോഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസും ഇതുവരെ നമ്മൾ 3-4 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ കേൾക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് വീഡിയോ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് വീഡിയോ നമ്മൾ ഡേറ്റ് ടൈം ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ച് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് എടുത്ത്, പിന്നെ നമ്മൾ റാൻഡം നമ്പേഴ്സ്, അതുപോലെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്, പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, റിക്കേർഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ 3rd മോഡ്യൂൾ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.